ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലി ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ മനസ്സൊരു സക്രാരിയ ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലി ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ ഉയരത്തെയും ആഴത്തെയും ഒരു കോലി ചീർക്കും ഈ വേദി ഉയരത്തെയും ആഴത്തെയും ഒരു കോലി ചീർക്കും ഈ വേദി മനസ്സൊരു സക്രാരിയ ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലി ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ. മരിയഭക്തരായ വേളാങ്കണ്ണി പള്ളിയിലെ തീർത്ഥാടകരെ, ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഷ്രൈൻ വെബ് ടി വിയിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഇന്നലെ നിങ്ങളുടെ നിയോഗങ്ങൾക്കായി കുർബാനയ്ക്ക് പേരുകൾ നൽകിയിട്ടുള്ളവർക്ക് വേണ്ടിയും പ്രത്യേകമായി ഈ ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ള ജോസഫ് അച്ഛ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, അൾത്താര ശുശ്രൂഷകരെ, ഗാന ശുശ്രൂഷകരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നമുക്ക് ഭക്തിയോടെ ബലിയർപ്പിക്കാം. ആഗമനകാലത്തിലാണ് നമ്മൾ ഈശോയുടെ പിറവിത്തിരുന്നാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ്റെ ജന്മദിനമാണെങ്കിൽ നമ്മൾ ആ കൂട്ടുകാരനോട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് നമ്മൾ ചോദിക്കും. നമുക്ക് നമ്മുടെ ഈശോയോട് ചോദിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മളെ കൊണ്ട് നടക്കാത്ത കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഈശോയെ, നിൻ്റെ ഈ അങ്ങയുടെ ജന്മദിനമാണല്ലോ 2024 ക്രിസ്മസിന്. ഞാൻ എത്രയോ നാളായി ക്രിസ്മസ് ആഘോഷിക്കുന്നു. എനിക്ക് ഈ വർഷത്തെ ക്രിസ്മസിനെങ്കിലും എനിക്ക് ഒരു അനുഗ്രഹം തരണേ. അങ്ങനെ പ്രാർത്ഥിക്കാം. ഇന്ന് മാതാവിൻ്റെ ദിവസം കൂടിയാണല്ലോ. മാതാവിൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ശക്തമായ മരിയൻ അഭിഷേകമുണ്ട്. മരിയൻ അഭിഷേകത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ബലിയർപ്പിക്കുക. അത് നമുക്ക് അനുഗ്രഹമാക്കി ദൈവം തരും. നമ്മുടെ വിശ്വാസവും ഭക്തിയും എല്ലാം കൂടി ചേരുമ്പോൾ അത് അനുഗ്രഹമാകും. ഇന്ന് കത്തോലിക്ക സഭ വിശുദ്ധ അംബ്രോസ് പുണ്യവാളൻ്റെ തിരുനാൾ കൂടി കൊണ്ടാടുകയാണ്. അംബ്രോസ് പുണ്യവാളൻ
അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളാണ് വളരെ വലുതായിട്ട് സഭയിലുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ കേട്ടിട്ട് മാനസാന്തരപ്പെട്ട മറ്റൊരു വിശുദ്ധനാണ് വിശുദ്ധ അഗസ്റ്റിൻ. നമുക്കതുകൊണ്ട് ഈ വിശുദ്ധൻ്റെ ശക്തമായ മാധ്യസ്ഥ്യവും നമുക്ക് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, അയോഗ്യതകൾ, കഴിഞ്ഞ ബലി അർപ്പിച്ചതിന് ശേഷം സ്നേഹത്തിനെതിരായും ദൈവസ്നേഹത്തിനെതിരായും ഒക്കെ വന്നുപോയ വീഴ്ചകൾ ദൈവത്തിന് മുമ്പിൽ നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മെത്രാനായ വിശുദ്ധ അംബ്രോസിനെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ പ്രബോധകനും അപ്പസ്തോലിക സ്ഥൈര്യത്തിൻ്റെ മാതൃകയും ആക്കി തീർത്തല്ലോ. അങ്ങേ ഹൃദയത്തിനനുസൃതമായി കൂടുതൽ ധൈര്യത്തോടും ജ്ഞാനത്തോടും കൂടെ അങ്ങേ സഭയെ നയിക്കുന്ന മനുഷ്യരെ സഭയിൽ ഉയർത്തണമേ. ഞങ്ങളുടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥ്യവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.
ഒന്നാം വായന ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന്. ഇസ്രായേലിൻ്റെ പരിശുദ്ധനും ദൈവവുമായ കർത്താവ് അരുളി ചെയ്യുന്നു: ജെറൂസലമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും: ഇതാണ് വഴി, ഇതിലേ പോവുക. അവിടുന്ന് നീ വിതയ്ക്കുന്ന വിത്തിന് മഴ നൽകും. ധാന്യം സമൃദ്ധമായി വിളയും. അന്ന് നിന്റെ കന്നുകാലികൾ വിശാലമായ മേച്ചിൽപ്പുറങ്ങളിൽ മേയും. നിലം ഒഴുകുന്ന കാളകളും കഴുതകളും കോരിക കൊണ്ടും പല്ലി കൊണ്ടും ഒരുക്കിയതും ഉപ്പ് ചേർത്തതുമായ വൈക്കോൽ തിന്നും. മഹാസംഹാരത്തിൻ്റെ ദിനത്തിൽ ഗോപുരങ്ങൾ വീണു തകരുമ്പോൾ ഉന്നതമായ പർവ്വതങ്ങളിലും കുന്നുകളിലും വെള്ളം നിറഞ്ഞ അരുവികൾ ഉണ്ടാകും. കർത്താവ് തൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വച്ചു കെട്ടുകയും തൻ്റെ പ്രഹരം കൊണ്ടുണ്ടായ മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസം ചന്ദ്രപ്രകാശം സൂര്യൻ്റെ ശോഭ പോലെയും സൂര്യപ്രകാശം 7 ദിവസങ്ങളിലെ പ്രകാശം ഒന്നിച്ചായിരുന്നാൽ എന്ന പോലെ 7 ഇരട്ടിയും ആകും. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിനെ കാത്തിരിക്കുന്നവർ കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാർ. നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്നത് എത്ര ഉചിതം! കാരുണ്യവാനായ അവിടുത്തേക്ക് സ്തുതി പാടുന്നത് ഉചിതം തന്നെ. കർത്താവ് ജെറൂസലമിനെ പണിതുയർത്തുന്നു. ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവർ കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാർ. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. അവിടുന്ന് നക്ഷത്രങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നു. അവ ഓരോന്നിനും പേരിടുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവർ കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവ് വലിയവനും കരുത്തുറ്റവനുമാണ്. അവിടുത്തെ ജ്ഞാനം അളവറ്റതാണ്. കർത്താവ് എളിയവരെ ഉയർത്തുന്നു, ദുഷ്ടരെ തറപറ്റിക്കുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവർ കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു. അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു. അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും. ഹല്ലേലൂയ, 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 കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു.
ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. അവൻ അവരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വിജാതിയരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ സ്തുതി. ഈശോയിൽ സ്നേഹമുള്ള ജോസപ്പച്ച, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയരെ, എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു സുവിശേഷ ഭാഗമാണ്. ഈശോയ്ക്ക് അനുകമ്പ തോന്നി. അവരെ കണ്ടപ്പോൾ, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവരിടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്, ജനത്തെ നയിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ തന്നെ ഈശോയ്ക്ക് ഉള്ളിലൊരു തോന്നൽ തോന്നി. ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരെയാണ് തൻ്റെ അടുത്തേക്ക് വിളിച്ചത്. ഈശോയുടെ തോന്നലിന് ഒരു പ്രാധാന്യമുണ്ട്. ഈശോയ്ക്ക് തോന്നി, ഈശോയ്ക്ക് എന്നെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് തോന്നി. അങ്ങനെ ഈശോയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. ഈശോയ്ക്ക് തോന്നുന്നില്ലെങ്കിലോ, നമ്മളിപ്പോൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു, നമ്മൾ ഈ തീർത്ഥാടനം നടത്തുന്നു, ഈശോയ്ക്ക് നമ്മൾ അനുഗ്രഹിക്കണമെന്ന് തോന്നുന്നില്ല, എന്തു ചെയ്യും? നമ്മളെന്തു ചെയ്യും? നമ്മളെല്ലാം ചെയ്യുന്നു, മുട്ടിന് നിരങ്ങുന്നു, കുമ്പസാരിക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു. ഈശോയ്ക്ക് നമ്മൾ അനുഗ്രഹിക്കണം തോന്നുന്നില്ല. അപ്പോൾ ഈശോയുടെ തോന്നൽ, ഈശോയ്ക്ക് തോന്നി, അനുകമ്പ തോന്നി. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈശോയെ ഞങ്ങളോട് കരുണ തോന്നണമേ, ഈശോയെ ഞങ്ങളോട് കരുണ തോന്നണമേ. അത് സങ്കീർത്തനം 123, കർത്താവേ ദാസരുടെ കണ്ണുകൾ യജമാനൻ്റെ കയ്യിലെന്ന പോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കെന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഇതൊരു പ്രാർത്ഥനയാണ്, സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയാണ്. ദൈവത്തിനിപ്പോൾ തോന്നിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ തോന്നുന്ന വിധത്തിൽ ഇല്ല, നമുക്ക് ഒരാളെ കാണുമ്പോൾ സംസാരിക്കണമെന്ന് തോന്നി. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരാൾ വന്നിട്ട് ഒരു കാര്യങ്ങളിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ആത്മാവ് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പോയി, ആരാധന ചാപ്പലിലേക്ക് പോയി. ആരാധന ചാപ്പലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അയാൾ നമ്പറുമായിട്ട്, ഫോൺ നമ്പറുമായിട്ട് നിൽക്കുന്നു. നോ, ഐ ഡോണ്ട് വാണ്ട് യുവർ ഫോൺ നമ്പർ. അപ്പം നമുക്ക് തോന്നുകയില്ല. ഒരു വിഷയം കേൾക്കാൻ, അച്ഛന്മാരോട് ചോദിച്ചറിയാം, ഒരു വിഷയം കേൾക്കാൻ നമുക്ക് തോന്നൽ തരും. ദൈവമായിരിക്കും ചെയ്യുന്നത്. ദൈവത്തിന് നമ്മോടുള്ള ഇഷ്ടം ചിലപ്പോൾ ശുശ്രൂഷകരിലൂടെ നമുക്ക് തോന്നിപ്പിക്കും. തോന്നണമേ. അതാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്. ദാസന്മാരുടെ കണ്ണുകൾ യജമാനൻ്റെ കയ്യിലേക്കെന്ന പോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കെന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്തെന്നാൽ ഞങ്ങൾ നിന്ദനമേറ്റു മടുത്തു.
അപ്പോൾ കർത്താവിന് കരുണ തോന്നി. ഇന്നത്തെ ഒന്നാം വായനയിൽ അതിന് സാധൂകരിക്കുന്ന ചില ചിന്തകളാണ്. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പം തന്നാലും, അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പോൾ കർത്താവ് പറയുന്ന വഴിയിലൂടെ പോയാൽ കർത്താവിന് നമ്മളോട് കരുണ തോന്നും. കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എത്രയോ നല്ല കുഞ്ഞാണ്, കരുണ തോന്നും. അപ്പോൾ ഒരു വിദേശയാത്രയോ ജോലിയോ പഠനമോ പരീക്ഷയൊക്കെ വരുമ്പോൾ ഒന്ന് പോയിട്ട് കുമ്പസാരിക്കുക. അപ്പോൾ കർത്താവിന് കരുണ തോന്നും, അനുഗ്രഹിക്കാൻ കരുണ തോന്നണം. അപ്പോൾ ഈ ക്രിസ്മസ് ഗിഫ്റ്റ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസിന് ഒരു ഗിഫ്റ്റൊക്കെ വേണ്ടേ? ഈശോയുടെ ബർത്ത്ഡേ അല്ലേ, ഒന്ന് ചോദിക്കാം. ഈശോയെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്, കല്യാണമോ കുഞ്ഞോ വീടോ കടബാധ്യത എന്ത് വേണമെങ്കിലും ചോദിക്കും, വിദേശ ജോലിയോ. അപ്പോൾ ചോദിക്കുമ്പോൾ തരാൻ തോന്നണ്ടേ? അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതമൊക്കെ ഒന്ന് ക്രമീകരിക്കണം. ഈ അഗസ്റ്റിനോസ് പുണ്യവാളൻ ഇങ്ങനെ തോന്നിയ പോലെ നടന്ന ഒരാളാണ്. തോന്നിയ പോലെ നടന്നു. അപ്പോഴാണ് അംബ്രോസിൻ്റെ പ്രസംഗങ്ങൾ അദ്ദേഹത്തിന് വളരെ ഉപകാരമായത്. വിശുദ്ധ അംബ്രോസ് പറയുന്ന ഇപ്രകാരമാണ്: ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് ഉറങ്ങുന്നവർക്കല്ല, ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുന്നവർക്കാണ്. ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് ഉറങ്ങുന്നവർക്കല്ല, ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുന്നവർക്കാണ്. അപ്പം തോന്നിയ പോലെ ജീവിക്കുന്നവർക്കല്ല, കർത്താവിന് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കുന്നവർക്കാണ് കർത്താവ് കരുണ കാണിക്കുന്നത്. അപ്പോൾ ആ ജനത്തോട് അനുകമ്പ തോന്നി, കർത്താവിന് അങ്ങനെ അവരോട് തോന്നി. നമുക്ക് ചിലപ്പോൾ തോന്നലൊക്കെ ഉണ്ടാകാം. എനിക്കങ്ങനെ തോന്നി, ഞാനങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മൾ പറയല്ലേ. അപ്പോൾ സുഭാഷിതങ്ങൾ പുസ്തകം 16:25 പറയുന്നത്, ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം. ഇനിയും യോഹന്നാൻ്റെ സുവിശേഷം 13 2 വാക്യം, അതിൽ യൂദാസ്കറിയോത്തയ്ക്ക് ഒരു തോന്നലുണ്ടായി, ഭയങ്കര തോന്നലാണ്. അതായത് അത്താഴ സമയത്ത് പിശാച് ശിമയോൻ്റെ പുത്രനായ യൂദാസ്കറിയോത്തായുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു. നല്ല തോന്നലായിരുന്നു. അപ്പം തോന്നലുകളെല്ലാം കറക്റ്റാകണമെന്നില്ല. നമ്മൾ തോന്നിയപടി നടക്കരുത്. തോന്നിയപടി നടന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കല. തോന്നിയ പോലെ നടക്കരുത്. തോന്നിയ പോലെ നടക്കാതിരിക്കാൻ വേണ്ടി ശിഷ്യന്മാരെ വിളിച്ചിട്ട് എന്തിനാണ് അങ്ങനെ തോന്നിയ പോലെ നടക്കുന്നവരെ ഈശോ കൂടെ ചേർക്കില്ല. ഈശോ പേര് വിളിച്ച കൂടെ ചേർത്തത് അവരെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പരിശീലനമാണ് കത്തോലിക്ക വിശ്വാസ ജീവിതം. ദൈവകൽപ്പനകൾ, തിരുസഭയുടെ കൽപ്പനകൾ ഒക്കെ, അതൊക്കെ നമ്മളെ പരിശീലനമാണ്. തോന്നിയ പോലെ നടക്കരുത്. തോന്നിയ പോലെ നടന്നാൽ കർത്താവിന് നമ്മളോടൊന്നും തോന്നിയല്ല. കർത്താവിന് ഇഷ്ടപ്പെട്ട പോലെ നടന്നാൽ കർത്താവിന് എന്തെങ്കിലുമൊക്കെ തോന്നും, അനുകമ്പ തോന്നും, നമുക്ക് എന്തെങ്കിലും ഒന്ന് അനുഗ്രഹിക്കണമെന്ന് തോന്നും. അപ്പോൾ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ഇല്ലേ, അങ്ങനെ തോന്നി. ഈശോയ്ക്ക് അങ്ങനെ തോന്നി. അങ്ങനെ തോന്നിയാലും ഇടയൻ്റെ കാരുണ്യം സ്വീകരിക്കാൻ പറ്റുന്നതായിരിക്കും. ഒരു കുഞ്ഞാടിനെ പോലെയൊക്കെ നിന്ന് കൊടുക്കണ്ട. മുട്ടനാടിനെ പോലെ നിന്നാൽ കരുണ തോന്നും. മുട്ടനാടിനെ പോലെ നിന്ന് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഇടയൻ്റെ മുമ്പിൽ ഇടയനെ ദ്രോഹിക്കുന്നൊരു കടുമുട്ടനാട്, അങ്ങനെയാണെങ്കിൽ ഒന്നും തോന്നിയില്ല, ഒരു അനുകമ്പ പോലും തോന്നിയില്ല. ഇടയൻ്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയൻ്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. ഇടയൻ്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയൻ്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. പള്ളിയിലെ വികാരിയച്ഛൻ്റെ അടുക്കൽ വികാരിയച്ഛനേക്കാളും വലിയ ആളെപ്പോലെ കളിച്ചാൽ വികാരിയച്ഛന് വല്ലതും തോന്നുമോ? ഒരു അജഗണത്തെപ്പോലെയൊക്കെ നിന്ന് കൊടുക്കണ്ടേ? ഒരു കുഞ്ഞാടിനെ പോലെയൊക്കെ നിന്ന് കൊടുക്കണ്ടേ? എന്നാലല്ലേ കർത്താവിന് നമ്മളോട് അനുകമ്പ തോന്നൂ. കർത്താവേ, കരുണ തോന്നണേ, ഞങ്ങളോട് കരുണ തോന്നണേ.
നിന്ദനമേറ്റവും അടുത്ത് കർത്താവെ, രോഗം മാറിയിട്ട് നേരമില്ല, കടബാധ്യത, ജോലിയില്ല, കുഞ്ഞുങ്ങളില്ല, വിവാഹം നടക്കണില്ല, സങ്കടം മാത്രം. കർത്താവെ കരുണ തോന്നണമേ കർത്താവെ. സങ്കീർത്തനം 123 പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം അനുഗ്രഹമാകട്ടെ. കർത്താവിന് നമ്മളോട് കരുണ തോന്നട്ടെ. ആമേൻ. നമ്മൾ ഇപ്പോൾ കാഴ്ചവെപ്പിൻ്റെ സമയമാണ്. ഞങ്ങൾ 2 വൈദികരല്ലേ ഉള്ളൂ. 2 വരിയായിട്ട് വേഗം വേഗം വരിക. നിങ്ങൾ അണിനിരക്കുക, വേഗം വരിക. അന്നേരം മുന്നേ വരിക, വേഗം വരിക. നമുക്ക് കാഴ്ചവെപ്പിൻ്റെ സമയം നമുക്ക് അധികം എടുക്കരുത്. വേഗം വേഗം വരിക. കാഴ്ചവെപ്പിന് വരാനുള്ളവർ പ്രാർത്ഥനയോടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കമോൺ മുന്നോട്ട് വരിക. മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളൊരു കുരിശടയാളം ഇടും, നിങ്ങൾക്കത് അനുഗ്രഹമായിട്ട് മാറും.
തേടുന്നു എൻ ജീവനേ എൻ ജീവനാഥാ. ഇസ്രായേലിൻ നായകാ, എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാൻ നീങ്ങുന്നു എന്തയോ എൻ സർവ്വമോ നിന്നെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭു ഇസ്രായേലിൻ നായകാ, എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാൻ നീങ്ങുന്നു എന്തയോ എൻ സർവ്വമോ നിന്നെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭു. കാറ്റിൽ നുളയും തോണി പോൽ എൻ ജീവിതം വലയൂ. വേളയിൽ നീ സാധനം നൽകാൻ വരേണമേ. കാറ്റിൽ നുളയും തോണി പോൽ എൻ ജീവിതം വലയൂ. സാധനം നൽകാൻ വരേണമേ. നിൻ കൈകളിൽ എൻ ജീവിതം നൽകുന്നു ഞാനെന്നു ദൈവമേ. ജീവിതത്തിൽ ദുഃഖവേളയിൽ നിൻ സ്നേഹം എന്നിൽ ചൊരിയണി. മണ്ണിൽ രാശികൾ ദൂരെ അകറ്റുന്നു എൻ സ്നേഹരൂപമേ. ഇസ്രായേലിൻ നായകാ, എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാൻ നീങ്ങുന്നു എന്റെയോ നിൻ സർവ്വമോ നിന്നെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭു. പ്രിയ സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ മഹത്വത്തിന്റെ വ്യാപ്തിക്കായി പരിശുദ്ധാത്മാവ് വിശുദ്ധ അംബ്രോസിനെ വിശ്വാസ വെളിച്ചത്താൽ നിരന്തരം ഉജ്ജ്വലിപ്പിച്ചുവല്ലോ. അതേ വെളിച്ചത്താൽ പരിശുദ്ധാത്മാവ് ഈ ദിവരഹസ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഞങ്ങളെയും നിറയ്ക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തി
നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ വിശുദ്ധ അംബ്രോസിന്റെ തിരുനാൾ ആഘോഷത്താൽ ആനന്ദിക്കുവാൻ അങ്ങ് സഭയ്ക്ക് അങ്ങ് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ പുണ്യജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചന പ്രഘോഷണത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങേ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന
എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ടി സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ അംബ്രയോസിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന് സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ ക്ഷണിതാക്കളായവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതി. എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. അവിടുന്ന് അരുൾ ചെയ്യാൻ അതുമാത്രം മതി. എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, കുർബാന സ്വീകരണ സമയമാണ്. പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത് നാവുകളിലാണ്, കൈകളിലല്ല. കുമ്പസാരിച്ചൊരുങ്ങിയ കത്തോലിക്ക വിശ്വാസികൾ മാത്രമാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. കാഴ്ചവെപ്പിനൊക്കെ ശ്രദ്ധിച്ചിരുന്ന മറ്റ് മതസ്ഥരൊക്കെ ഉള്ളതായിട്ട് മനസ്സിലായി. മറ്റ് മതസ്ഥരൊക്കെ ഉണ്ടെങ്കിൽ അവർ പരിശുദ്ധ കുർബാന സ്വീകരിക്കരുത്. അവർ ഈ സമയ സ്വസ്ഥാനങ്ങളിൽ പ്രാർത്ഥനയിൽ ആയിരിക്കുക. വോളണ്ടിയേഴ്സ് പ്രേക്ഷിതർ നൽകുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ ഈ സമയം സ്വീകരിക്കുക.
എൻ്റെ ഉള്ളിൽ ഈശോയിടും വാളാനിട്ടു നേരം മനസ്സൊരുവൻ ഉരുകി തെളിയും നാഥനെ വരവേൽക്കാൻ മനസ്സൊരുവൻ ഉരുകി തെളിയും നാഥനെ വരവേൽക്കാൻ വാവാ എൻ്റെ യേശുവേ വാവാ എൻ്റെ യേശുവേ നിന്റെ ജീവൻ തേടുകൊണ്ടു നീയാണല്ലോ സ്നേഹമേ പൂജ്യമേ ഭാഗ്യമേ. ദൈവം ദിവ്യകാരുണ്യമായി മാറുമ്പോ ദിവ്യ ജീവൻ നൽകും അപ്പമാകുമ്പോ ദൈവം ദിവ്യകാരുണ്യമായി മാറുമ്പോ ദിവ്യ ജീവൻ നൽകും അപ്പമാകുമ്പോ ഹൃദയം കത്തും അനുഭവമോടെ അവിടുത്തെ സ്നേഹത്തിൽ ഏറ്റുവാങ്ങിടാം വാവാ എൻ്റെ യേശുവേ വാവാ എൻ്റെ യേശുവേ നിന്റെ ജീവൻ തേടുകൊണ്ടു നീയാണല്ലോ സ്നേഹമേ പൂജ്യമേ ഭാഗ്യമേ. നെഞ്ചിൽ വെള്ളമായി താരയായി മാറുമ്പോ ഉയരിൻ നാളം തെളിയും ദീപമാകിടൂ നെഞ്ചിൽ വെള്ളമായി താരയായി മാറുമ്പോ ഉയരിൻ നാളം തെളിയും ദീപമാകിടൂ കാരുണ്യത്തിൻ പിന്മഴയായ കുർബാന കനിലുമെഴുത്തും തേൻകുഴയായി മാറിടുവാൻ വാവാ എൻ്റെ യേശുവേ വാവാ എൻ്റെ യേശുവേ നിന്റെ ജീവൻ തേടുകൊണ്ടു നീയാണല്ലോ സ്നേഹമേ പൂജ്യമേ ഭാഗ്യമേ. ദിവ്യകാരുണ്യമായി നീ ഉള്ളിൽ ഈശോയിടും വാളാനിട്ടും നേരം മനസ്സൊരുവൻ ഉരുകി തെളിയും നാഥനെ വരവേൽക്കാൻ മനസ്സൊരുവൻ ഉരുകി തെളിയും നാഥനെ വരവേൽക്കാൻ വാവാ എൻ്റെ യേശുവേ വാവാ എൻ്റെ യേശുവേ നിന്റെ ജീവൻ തേടുകൊണ്ടു നീയാണല്ലോ
ഈശോയിൽ പ്രിയരെ, അറിയിപ്പുകൾ. ഇവിടെ ഈ വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുന്ന പരിശുദ്ധ കുർബാനകളുടെ സമയക്രമീകരണവും സ്ഥലങ്ങളുടെ വിവരങ്ങളും. പ്രധാന ദേവാലയത്തിൽ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് തമിഴ് കുർബാന. ഈ കുർബാന JA+ വഴി സംപ്രേഷണം ചെയ്യപ്പെടുന്നു. ലോവർ ബസിലിക്കായിൽ എല്ലാ ദിവസവും അർപ്പിക്കപ്പെടുന്ന കുർബാനകൾ രാവിലെ 7 മണിക്ക് തമിഴ്, 10 മണിക്ക് ഇംഗ്ലീഷ്, ഉച്ചയ്ക്ക് 12 മണിക്ക് തമിഴ്, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തമിഴ്, വൈകിട്ട് 6 മണിക്ക് ജപമാലയും തുടർന്ന് തമിഴ് കുർബാനയും. അപ്പർ ബസിലിക്കയിൽ എല്ലാ ദിവസവും അർപ്പിക്കപ്പെടുന്ന കുർബാനകൾ രാവിലെ 8 മണിക്ക് തെലുങ്ക്, 11 മണിക്ക് ഹിന്ദി, ചൊവ്വാഴ്ചകളിൽ ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് കൊങ്കണിയും. മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിൽ എല്ലാ ദിവസവും അർപ്പിക്കപ്പെടുന്ന കുർബാനകൾ, അതായത് ഈ ദേവാലയത്തിൽ രാവിലെ 8 മണിക്ക് കൊങ്കണി, 9 മണിക്ക് മലയാളം. എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ലോവർ ബസിലിക്കായിൽ വൈകിട്ട് 5:30 ജപമാല, തുടർന്ന് ഷ്രൈൻ ചുറ്റി പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണവും വചന സന്ദേശവും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും ഉണ്ടായിരിക്കും. എല്ലാ മാസാദ്യ ശനിയാഴ്ചകളിൽ വൈകിട്ട് 5:30 ഷ്രൈനിൻ്റെ പ്രവേശന കവാടം മുതൽ കടൽ തീരം വരെ വേളാങ്കണ്ണി മാതാവിൻ്റെ വാഹന പ്രദക്ഷിണവും തുടർന്ന് ലോവർ ബസിലിക്കായിൽ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും രോഗികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും തമിഴ് കുർബാന ഉണ്ടായിരിക്കും. ഇന്ന് മാസാദ്യ ശനിയാഴ്ചയാണ്. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ പ്രധാന ദേവാലയവും രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ ആരാധന ചാപ്പലും തീർത്ഥാടകർക്കായി തുറന്നിരിക്കുകയാണ്. നല്ല കുമ്പസാരം നടത്തുവാനുള്ള ഒരുക്കത്തിനായി അനുരഞ്ജന ചാപ്പലും കുമ്പസാരത്തിന് ശേഷം പ്രായശ്ചിത്തം നിറവേറ്റുന്നതിനും വ്യക്തിപരമായ മൗനപ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ആരാധന ചാപ്പലും ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 8 മണി വരെയും 11 മണി മുതൽ 12:30 വരെയും വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയും മലയാളത്തിൽ കുമ്പസാരിക്കാനുള്ള അവസരമുണ്ട്. ഇവിടെ വ്യക്തിപരമായ ആശീർവാദങ്ങൾ ഇല്ല. നമ്മൾ കുർബാനയ്ക്ക് ശേഷം പൊതുവായ ആശീർവാദമാണ് ഉള്ളത്. വ്യക്തിപരമായ അടിമസമർപ്പണ പ്രാർത്ഥനയ്ക്കും അതുപോലെ വസ്തുക്കൾ വെഞ്ചരിക്കുന്നതിനും നിങ്ങൾക്ക് പ്രധാന ദേവാലയത്തിന് സമീപമുള്ള ആവേ മരിയ എന്ന ഹാളിൽ നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ്. അവിടെ രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ വൈദികർ എല്ലാ മണിക്കൂറുകളിലുണ്ട്. ഇടവേളയുള്ളത് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ മാത്രം. നിങ്ങൾക്ക് ആ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. എല്ലാ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലും എല്ലാ ഗവൺമെൻറ് ഒഴിവ് ദിവസങ്ങളിലും മാതാകുളത്തിന് സമീപമുള്ള സ്റ്റെല്ല മാരീസ് ഓഡിയോ വിഷ്വൽ ഹാളിൽ അരുൾ നിറയെ സുവടുകൾ എന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം രാവിലെ 10 മണിക്ക് തമിഴിലും 11:30 മലയാളത്തിലും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തെലുങ്കുവിലും ഉണ്ടായിരിക്കും. എല്ലാ തീർത്ഥാടകരെയും ഇന്ന് ആ ഡോക്യുമെൻ്ററി ഉണ്ട്. നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. വേളാങ്കണ്ണി മാതാവിൻ്റെ അത്ഭുത സാന്നിധ്യത്തിൽ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകരവും സുരക്ഷിതവുമായ ദിനങ്ങളും പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കൂദാശയുടെ ചൈതന്യം ശക്തരാക്കപ്പെട്ട ഞങ്ങളെ വിശുദ്ധ അംബ്രോസിന്റെ പ്രബോധനങ്ങളിലൂടെ അഭിവൃദ്ധി പ്രാപിക്കാനിടയാക്കണമേ. അങ്ങേ വഴികളിലൂടെ നിർഭയം തിടുക്കത്തിൽ ചരിച്ച് നിത്യവിരുന്നിൻ്റെ സന്തോഷങ്ങൾക്ക് ഞങ്ങൾ സജ്ജരാക്കപ്പെടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ്സ് നമിക്കാം.